സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക ചിന്തയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കണക്കെടുപ്പ്. അത് ദൈവത്തിനു മുന്നിൽ ഒരു പിച്ച് ഡെക്ക് പോലെ അവതരിപ്പിക്കേണ്ടി വന്നാൽ എങ്ങനെയിരിക്കും? ഒരു യൂട്യൂബ് പ്രസംഗത്തിൽ നിന്നുള്ള ആശയമാണിത്. ആത്യന്തിക വിചാരണയെ നേരിടാൻ എങ്ങനെ തയ്യാറെടുക്കാൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത. അപ്പോൾ ഈയൊരു ചർച്ചയിലൂടെ നമുക്ക് ഈ ആശയത്തിന്റെ അർത്ഥമെന്താണ്, അത് നമ്മുടെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച്, നമ്മുടെ സമർപ്പണത്തെക്കുറിച്ച്, നമ്മുടെ പ്രയത്നങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത് എന്ന് ആഴത്തിൽ നോക്കാം. ശരി, നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോൾ ഈ ആശയം, ദൈവത്തിനു മുന്നിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു അവതരണം, ഒരു പിച്ച് ഡെക്ക് പോലെ, ടെക് ലോകത്തൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഫണ്ടിങ്ങിനായിട്ടൊക്കെ, അതുപോലെ ഒന്ന്. ഈയൊരു താരതമ്യം തന്നെ, എന്താ പറയാ, വളരെ രസകരമായി തോന്നുന്നു. തീർച്ചയായും. പക്ഷെ ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താന്ന് വെച്ചാല്, ഈ കണക്കെടുപ്പ് നടത്താൻ നമ്മൾ മരണം വരെ കാത്തിരിക്കണം എന്നില്ല എന്നതാണ്. ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, നീ നിന്റെ ഗ്രന്ഥം വായിക്കുക, നിനക്കെതിരെ കണക്കെടുപ്പ് നടത്താൻ ഇന്ന് നീ തന്നെ മതിയാകും. അതായത്, നമുക്ക് ഏത് നിമിഷവും നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. നമ്മുടെ പിച്ച് ഡെക്ക് ഇപ്പോ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കാം. ശരിയാണ്. നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരവസരം. പ്രസംഗകൻ വേറൊരു കാര്യവും പറയുന്നുണ്ടല്ലോ. ദൈവം വിശ്വാസികളെ പരീക്ഷിക്കുമെന്നും അവരുടെ വാദങ്ങളെ വിലയിരുത്തുമെന്നും. ഖുറാനിലെ ഒരു വാക്യം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങളിൽ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നവരും ക്ഷമിക്കുന്നവരും ആരെന്നും നിങ്ങളുടെ വാദങ്ങൾ എന്താണെന്നും അറിയുന്നതുവരെ ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന്. അപ്പോ നമ്മൾ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് വേണ്ടിവരും, അല്ലേ? അതെ അതെ, ആ തെളിവുകളാണ് ശരിക്കും നമ്മുടെ പിച്ച് ഡെക്കിൽ വേണ്ടത്. അതിനുവേണ്ടി പ്രസംഗകൻ 3 പ്രധാനപ്പെട്ട തത്വങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് പൂർണ്ണമായ സമർപ്പണം. ഖുറാൻ പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിന് പകരമായിട്ട് വിശ്വാസികളുടെ ആത്മാക്കളെയും അവരുടെ സമ്പത്തിനെയും ദൈവം വാങ്ങിയിരിക്കുന്നു എന്ന്. ഇത് വെറും പൈസയുടെ കാര്യമല്ല. നമ്മുടെ ഊർജം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ നെറ്റ്വർക്കുകൾ, നമുക്കുള്ള എന്തും, അതെല്ലാം ദൈവത്തിന്റെ ലക്ഷ്യത്തിനായിട്ട് ഉപയോഗിക്കുക. ഓഹോ, അപ്പോൾ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, എല്ലാം, ചെയ്യുന്ന ജോലി, കുടുംബകാര്യങ്ങൾ, സമൂഹത്തിലുള്ള ഇടപെടലുകൾ, അതെല്ലാം ഈ സമർപ്പണത്തിന്റെ ഭാഗമാകണമെന്നാണോ? അതെല്ലോ, കൃത്യമായി അതാണ് പൂർണ്ണമായ സമർപ്പണം. ഇനി രണ്ടാമത്തെ തത്വം, അത് ദൈവമാർഗത്തിലുള്ള പരിശ്രമം. അതായത് ഫീ സബീലില്ലാഹ്. ഇതിന് വെറുമൊരു ചാരിറ്റി പ്രവർത്തനം എന്നതിനപ്പുറം നമ്മുടെ സ്വന്തം അജണ്ടകളെ ദൈവത്തിന്റെ വലിയ അജണ്ടയുമായി യോജിപ്പിക്കുക എന്നാണ് പ്രസംഗകൻ പറയുന്നത്. സത്യം, നന്മ, സൗന്ദര്യം ഇതൊക്കെ വളർത്തുന്ന ഒരു സാമൂഹിക, സാംസ്കാരിക, പാരിസ്ഥിതിക വ്യവസ്ഥയുണ്ടാക്കാൻ സഹായിക്കുക. അതാണ് ദൈവത്തിന്റെ അജണ്ട. ഇത് നമ്മുടെ മതപരമായ പ്രവൃത്തിയെന്ന ചിന്തയെ കുറച്ചുകൂടി വലുതാക്കുന്നുണ്ട്. സമൂഹത്തിനുള്ള ഒരു സമഗ്രമായ സംഭാവനയായിട്ട് ഇതിനെ കാണണം. ശരിയാണ്. കേവലം ആരാധനയിൽ ഒതുങ്ങാതെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന എന്ത് കാര്യവും ഫീ സബീലില്ലാഹ് ആയി മാറും എന്നർത്ഥം, അല്ലേ? അതെ. ഇനി മൂന്നാമത്തെ പോയിന്റ് സാർവത്രിക ദൗത്യം എന്നതാണ്. ഉമ്മത്ത് അഥവാ സമൂഹം എന്ന വാക്കിനെക്കുറിച്ചുള്ള ചില പരിമിതമായ ധാരണകളുണ്ടല്ലോ, അതിനെ പ്രസംഗകൻ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രവാചകന് ശേഷമുള്ള എല്ലാ മനുഷ്യരും ഒരു വിശാലമായ അർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ദൗത്യം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു കാരുണ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഖുർആൻ പറയുന്നില്ലേ, സർവ്വലോകർക്കും കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്ന്. ഇവിടെ പ്രസംഗകൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്ന ചില ഇസ്ലാമിക് ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, ഇസ്ലാമിക് ഫിനാൻസ്, സൈക്കോളജി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒതുക്കാതെ അതിലെ നല്ല ധാർമ്മിക മൂല്യങ്ങൾ എന്തുകൊണ്ട് എല്ലാവരുമായി പങ്കുവെച്ചുകൂടാ? അതെ, എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. ഇത് ശരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു വ്യാപ്തിയെക്കുറിച്ച് നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. എല്ലാ ദിവസവും നമ്മൾ ഞങ്ങളെ നേർവഴിയിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരാണീ ഞങ്ങൾ എന്ന് ചിന്തിക്കാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ 3 കാര്യങ്ങൾ, പൂർണ്ണമായ സമർപ്പണം, ദൈവത്തിന്റെ വിശാലമായ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പരിശ്രമം, പിന്നെ ഈ സാർവത്രികമായ കാരുണ്യ ദൗത്യം, ഇവയാണ് നമ്മുടെ പിച്ച് ഡെക്കിന് ശരിക്കും ഒരു ഉള്ളടക്കം നൽകുന്നത്. അപ്പൊ ചുരുക്കത്തില് നമ്മുടെ ജീവിതമെന്ന ഈ അവതരണം, അത് നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമല്ല,
മറിച്ച് നമ്മൾ എത്രത്തോളം പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിച്ചു, എത്രത്തോളം ദൈവത്തിന്റെ ആ സാർവത്രിക ലക്ഷ്യത്തോട്, അതായത് എല്ലാവർക്കും നന്മ എന്ന ലക്ഷ്യത്തോട് ചേർന്ന് നിന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതെ, ദൈവത്തിന്റെ സഹായികളാകുക എന്ന ഖുറാനിലെ ആഹ്വാനത്തോടെയാണ് പ്രസംഗകൻ അവസാനിപ്പിക്കുന്നത്. യേശു ശിഷ്യന്മാരോട് ചോദിച്ചില്ലേ, ആരാണ് ദൈവമാർഗത്തിൽ എന്റെ സഹായികളാകുക എന്ന്? അതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവീകമായ സഹായവും വിജയവും ഉണ്ടാകും. വെറുതെ കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, പ്രവർത്തിക്കുമ്പോഴാണ് സഹായം എത്തുന്നത്. ഈ ഒരു കൂട്ടായ പരിശ്രമം അത് ഭൂമിയിൽ സ്വർഗം പണിയുന്നത് പോലെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു പ്രോത്സാഹനം അതും വളരെ ശക്തിയുള്ളതാണ്. ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ എഴുതി തള്ളരുത്. കാരണം ദൈവം വിചാരിച്ചാൽ ആരെക്കൊണ്ടും എന്തും ചെയ്യിക്കാനവന് പറ്റും. ഈ ലോകത്തിനിന്ന് ഒരുപാട് അർത്ഥം, സ്നേഹബന്ധങ്ങൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സമീപനം ഇതൊക്കെ ആവശ്യമുണ്ട്. ദൈവത്തിനായുള്ള ആ സമർപ്പണത്തിലൂടെ അത് സാധ്യമാകും. പക്ഷെ ആ നന്മ എല്ലാവരിലേക്കും എത്തണം. ശരിയാണ്. അപ്പോ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കാം. ഈ പറഞ്ഞ സാർവത്രിക ദൗത്യത്തിന്റെയും പൂർണ്ണ സമർപ്പണത്തിന്റെയും ഒക്കെ വെളിച്ചത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രയത്നങ്ങൾ, അത് ജോലിയാകാം, സമൂഹത്തിലെ ഇടപെടലുകളാകാം, വ്യക്തിപരമായ കാര്യങ്ങളാകാം, അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ ലക്ഷ്യം, അത് ആരെയൊക്കെ ഉദ്ദേശിച്ചുള്ളതാണ് എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തു മാറ്റമായിരിക്കും വരിക? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.